ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ഈസി കുക്കിംഗ് ടിപ്സും പിന്നെ ഡിസ്മാൻഡിലിംഗ് ഡെക്കറേഷൻ നമ്മളന്ന് സാഞ്ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഡിസ്മാൻഡിൽ ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ എടുത്തു വയ്ക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ കാലത്ത് 2:30 ആയപ്പോഴത്തേലേ എഴുന്നേറ്റു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓർക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട്. പിന്നെ അത് ഞാൻ അതിനെപ്പറ്റി നമ്മളത് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, പോകുന്ന പോലെ പോട്ടെ. അപ്പോൾ 2:30 മുതൽ ഞാനൊരു 4:30 വരെയൊക്കെ പ്രാർത്ഥനയും അതും ഇതുമൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു 4:30 വരെയല്ല, ഒരു 4 മണി വരെ ഇരുന്നു. 4 മണി കഴിഞ്ഞപ്പോഴേക്കും വന്ന് ചായയൊക്കെ ഇട്ടിട്ട് രാവിലെ ചോറ് വയ്ക്കുവാണ്. രാവിലെ ചോറ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിക്ക് വിക്രൂനും ചോറ് കൊടുക്കണം രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു, എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കമൻസൊക്കെ വന്നു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ആദ്യമേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടണും കൂടിയുണ്ട്. ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുമ്പോഴത്തേൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വീണ്ടും പറയുന്ന കാര്യം, ഒട്ടും പിശുക്കൊന്നും കാണിക്കാതെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ലൈക്ക് നിങ്ങളൊന്ന് ചെയ്യുമ്പോഴേക്കും അത് എൻ്റെ ഈ വീഡിയോ ഈ ഒരു ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് അതൊരുപാട് സഹായിക്കും. അപ്പോൾ ചോറിതാ തിളച്ചിട്ടുണ്ട്. ഇനി അത് ഇറക്കി തെർമൽ കുക്കറിൽ വെച്ചാൽ മതി. ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഈസി കുക്കിംഗ് ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിപ്പോൾ വീട്ടിലിരിക്കുന്ന ലേഡീസ് ആണെങ്കിലും, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നോ കോളേജിൽ പഠിക്കുന്നോ കുട്ടികളൊക്കെയുള്ള അമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉടനെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി പൊളിക്കുക, സവാള തൊലി പൊളിക്കുക, അല്ലെങ്കിൽ ഉള്ളി ഇഞ്ചി ഇതൊക്കെ നന്നാക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേൽ അതിന് ഒത്തിരി സമയം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതെല്ലാം കുറച്ച് പൊളിച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ പൊളിക്കാനായിട്ട് ഉള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്, കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ വെളുത്തുള്ളി ഉള്ളി സവാള ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി പൊളിക്കുമ്പോൾ അത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. അതിനേലും ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആ മേളിലുള്ള ഒരു ഞെട്ടുണ്ടല്ലോ, അതും ആ തലയും വാലും അത് കളഞ്ഞിട്ട് വയ്ക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് തിരുമ്മുമ്പോൾ തന്നെ കംപ്ലീറ്റ് തൊലിയും പോകും. പിന്നെ ഇഞ്ചിയും ഞാൻ ആദ്യമേ അത് കഴുകിയിട്ട് അതിൻ്റെ ആ ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് പീലർ ഉപയോഗിച്ചിട്ടാണ് പീൽ ചെയ്തത്. പീലർ ഉപയോഗിച്ച് പീൽ ചെയ്യുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നാരങ്ങ ഞാൻ കട്ട് ചെയ്യുകയാണ്. നാരങ്ങ ഇത് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ മേടിച്ച് വെക്കുമ്പോഴത്തേൽ അത് കുറച്ച് നാൾ അടുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിന് ഉള്ള അത് കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ചോറ് വാർത്തിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് വാർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇത് ഒരു അരിപ്പക്കലം. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ തൃശ്ശൂർ പോയിട്ട് വന്നപ്പോൾ അവിടെ ഒരു കടയിൽ കണ്ടിട്ട്
ഞാൻ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ അരി ഊറ്റിയിടുമ്പോഴത്തേൽ വെള്ളമൊന്നും പുറത്ത് ഒട്ടും പോകത്തില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, അല്ലാതെയുള്ള നമ്മൾ ഈ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വാർത്തിടുമ്പോൾ ചിലപ്പോൾ തെന്നാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വീഴാനും ഒക്കെ സാധ്യതയുണ്ടല്ലോ, മറിയാനൊക്കെ സാധ്യതയുണ്ടല്ലോ. ഇതങ്ങനെ മറിയില്ല കേട്ടോ. അപ്പോൾ ഇത് അരിപ്പക്കലം എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടാണ് അരി വാർത്തിടാനായിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ അരി വാർക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ക്ലിപ്സ് വെച്ചിട്ട് വാർത്ത് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ കയ്യിലോട്ട് വീഴുന്നതും അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മൂടി ഇങ്ങനെ വീണ് പോയിട്ട് ചോറ് കളയുന്നതും മറ്റും ഒഴിവാക്കാൻ പറ്റും. അതിലേക്ക് ഇങ്ങനെ അങ്ങ് നമുക്ക് കമിഴ്ത്തി ഇട്ടാൽ മതി. അപ്പോഴേക്കും അതവിടെ കിടന്ന് വെള്ളം മുഴുവൻ നന്നായിട്ട് വാർന്നു പോയിക്കോളും. അപ്പോൾ ഈ നാരങ്ങ ഞാൻ മുഴുവനും എന്താ ചെയ്തതെന്നറിയാവോ, മുറിച്ച് അത് പിഴിഞ്ഞെടുത്ത് കേട്ടോ. ആ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ ആ നീരാണത്, കണ്ടോ. ആ നാരങ്ങ നീര് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേ, അതപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് പോരാതെ വേണമെങ്കിൽ ഒരു 1-2 ട്രേയും കൂടെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഈ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ആ നാരങ്ങ നീര് ഈ ട്രേയിൽ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. ഒഴിച്ച് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഐസാവും. ഐസായി കഴിയുമ്പോൾ നമുക്കത് പിന്നെ അതിൽ നിന്ന് ആ ഒരു ട്രേയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കത് പ്രത്യേകം ഒരു ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗസ്റ്റോ മറ്റോ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്തിട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴത്തേൽ നാരങ്ങ കേടായി പോകത്തുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ഇല്ലെങ്കിൽ നാരങ്ങ നമ്മൾ എത്ര സൂക്ഷിച്ച് വെച്ചിരുന്നിരുന്നാലും അത് കേടായി പോകാനുള്ള, വാടിപ്പോകാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തതാ ഞാൻ ഇഞ്ചി മുഴുവൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഈ ഇഞ്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ആദ്യം ഒരു മിക്സിയിലിട്ടപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണമല്ലോ, അപ്പോൾ മിക്സി ചെറുതായിപ്പോയി. അപ്പോൾ വലിയ മിക്സിയിലോട്ടിട്ടു. എന്നിട്ട് പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളിയും ആ ഒരു 1:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ അതിലെന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞു വരില്ല. ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കുക. പേസ്റ്റാക്കിയിട്ട് അതും ഇതുപോലെ ഒരു ഐസ് ട്രേയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കണം. എന്നിട്ട് ഈ നാരങ്ങയുടെ ഇതെടുത്തതുപോലെ തന്നെ പിറ്റേ ദിവസം അത് ഐസായി കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ഒരു ബോട്ടിലിൽ ആ ക്യൂബ്സ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേൽ അത് വളരെ എളുപ്പമായിരിക്കും. അത് ഒരു ക്യൂബ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പിന്നെ ഇതിന് വേണ്ടി തൊലി കളയാനും ചതയ്ക്കാനും അരയ്ക്കാനും ഒന്നും നിൽക്കണ്ട. വളരെ ഈസിയാണ്. അപ്പം വർക്കിംഗ് വിമൻസിനായിരുന്നിരുന്നാലും അല്ല, ഇപ്പം കുട്ടികളൊക്കെ, ചെറിയ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാനായിട്ട് രാവിലെ ചില പിള്ളേർക്കൊക്കെ രാവിലെ 6 മണിക്കൊക്കെ പോകേണ്ട പിള്ളേരില്ലേ, അവർക്കൊക്കെ ടിഫിൻ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഈസിയാണ് കേട്ടോ. അല്ലാത്തവർക്കായിരുന്നിരുന്നാലും അത് ഈസി തന്നെയാണ്. പിന്നെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചമുളകും ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ ഐസ് ട്രേയിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. അത് ഐസായി കഴിയുമ്പോഴത്തേൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിലിൽ ഇട്ട് പിന്നെ എടുത്തിട്ട് നമ്മളത് പിന്നെയും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ബോട്ടിലിൽ നമ്മൾ 1 ടൈം ഇത് ഐസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കറി വയ്ക്കുമ്പോൾ ആവശ്യത്തിന്
1 ക്യൂബോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്ത് നമുക്ക് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് രാവിലെ, പ്രത്യേകിച്ചും രാവിലെയൊക്കെ ചെയ്യുമ്പോഴത്തേലും വളരെ ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ജോലി തീരുകയും ചെയ്യും. പെട്ടെന്ന് കുക്ക് ചെയ്ത് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനും പറ്റും കേട്ടോ. ബാക്കി പിന്നെ കുറച്ച് ഞാൻ ചെറിയ ഉള്ളിയും എന്താ പറയുന്നത്, ഇഞ്ചി കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് ആ ഒരു പ്ലാസ്റ്റിക് ആ ഒരു ടിന്നിൻ്റെ അകത്തും ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ഇഞ്ചിയൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, ചിലപ്പം ഇഞ്ചി അല്ലാതെ ചേർക്കേണ്ട ഇതിനാണെങ്കിൽ ഇത് പെട്ടെന്ന് എടുത്ത് നമുക്ക് അരിയോ ചോപ്പ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ചതയ്ക്കണമെങ്കിൽ ചതച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സവാളയും കുറച്ച് ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ആദ്യം അകത്ത് വയ്ക്കും. അതിനുശേഷം സവാളയിൽ കുറച്ച് എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ച് അതും കൂടി ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒക്കെ രാവിലെ കുക്ക് ചെയ്യാനായിട്ട് കയറുമ്പോൾ ഇത് വളരെ സൗകര്യമാണ്. അടുത്ത് ഇനിയിപ്പോൾ ഇത് ഇന്നലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് ഇന്ന് രാവിലെ ചെയ്തതും ഇത് ഇന്നലെ വൈകിട്ടായിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻസ് മുഴുവനായിട്ട് അഴിച്ചു മാറ്റിയത്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചല്ലോ, അപ്പോൾ അത് അഴിച്ചു മാറ്റുന്ന വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഇത് ഈ ഡെക്കറേഷൻസ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഓരോന്നെടുത്ത് അതിൻ്റേതായ സ്ഥാനങ്ങളിൽ കറക്റ്റായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ കളയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു എന്താ പറയുന്നത്, സീരിയൽ ബൾബ്, അത് രണ്ടും ഞാൻ ഇങ്ങനെ അഴിച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തന്നെ ബോക്സിലിട്ട് അങ്ങ് വയ്ക്കുവാണേ. അതിങ്ങനെ വെച്ചു. പിന്നെ അവിടെ കിടക്കുന്ന ആ ഒരു നീല ഫോയിൽ കർട്ടൻ കണ്ടോ, അത് ആ ഡോറിലിട്ടിരുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് അത് തന്നെ അങ്ങ് ഇളക്കിയതാണ്. എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ പുള്ളി എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ കംപ്ലീറ്റ് മുറിഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ സോഫയിലൊക്കെ ഞാൻ തീമിന് വേണ്ടി വൈറ്റ് ആൻഡ് ബ്ലൂ ബെഡ്ഷീറ്റ്സാണ് ഇട്ടിരുന്നത്, അതൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതൊക്കെ, ആ ഒരു ബാനേഴ്സൊക്കെ നമ്മൾ വീണ്ടും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ വരുമ്പോഴത്തേലും അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടീപ്പോയുടെ പുറത്തും ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടി എൻ്റെ ഒരു ബ്ലൂ ഷോളും വൈറ്റ് ഒരു നെറ്റ് ഷോളും കൂടിയാണ് കേട്ടോ ഇട്ടിരുന്നത്. എന്നിട്ട് ഈ ആർച്ച് ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ ഈ ബലൂൺസ് മുഴുവൻ അങ്ങ് എടുത്ത് മാറ്റി. എന്നിട്ട് ആ പൈപ്പുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഒരു നൂല് കൊണ്ട് നന്നായിട്ട് കെട്ടി അത് മാറ്റി വെച്ചു. കാരണം അത് പിന്നെയും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആർച്ചൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു നൂലൊക്കെ കൊണ്ട് അത് നന്നായിട്ട് കെട്ടി അത് മാറ്റി വെച്ചു. പിന്നെയും ഇനി ഹാപ്പി ബർത്ത്ഡേ ബാനേഴ്സൊക്കെ ഉണ്ട്, അതെല്ലാം അഴിച്ചു മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആ ബലൂൺസൊക്കെ ഞാൻ ഇനി ആ ബലൂൺസ് കൊണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ കിടന്നിരുന്നിരുന്നാലും അത് സ്ഥലം മെനക്കെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫാമിലിയിലായിരുന്നിരുന്നാലും ഉണ്ട്, കുറച്ച് ആളുകളുണ്ട് എല്ലാത്തിനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. നമ്മളെന്ത് ഒരു ചെറിയ കാര്യം നല്ലത് ചെയ്തിരുന്നിരുന്നാലും അത് നല്ലതെന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ നമ്മൾ
എത്ര നല്ലത് ചെയ്തിട്ടും അത് കണ്ടിരുന്നിരുന്നാലും അതെത്ര നല്ലതാണെന്ന് അവർക്ക് തോന്നിയിരുന്നാലും അവരത് പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി നല്ലതെന്ന് പറയുമ്പോൾ അവൾക്ക് അങ്ങനെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ ആ സന്തോഷം കിട്ടണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ അടുത്ത് അവർ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഇപ്പം അവർക്ക് അത്രയ്ക്കൊരു സന്തോഷം വേണ്ട, എൻ്റെ ആ ഒരു വില അവിടെ നശിച്ചു പോവുകയാണ്, ഞാൻ അവിടെ ഇടിഞ്ഞു പോവുകയാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് പലരും അങ്ങനെ പറയാതിരിക്കുന്നതും എല്ലാം. പിന്നെ മനസ്സിൽ കുറച്ച് ജലസ് ഒക്കെ ഉള്ളവരും അങ്ങനെയൊക്കെയുള്ളവർ അത് അങ്ങനെ പറയാതിരിക്കുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലത് ചെയ്യുന്നവർ ഇപ്പം ആരെത്ര നല്ലത് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ നന്മ അവരത് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇവരല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും അവരുടെ നന്മയെ പ്രകീർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ നല്ലത് കണ്ടിട്ടും അല്ലെങ്കിൽ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ മടിക്കുന്നവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിചാരിക്കും ഇവർക്ക് ഒരു നിമിഷമെങ്കിലും അവരെപ്പറ്റി നല്ലത് പറയാതിരിക്കുമ്പോഴത്തേല് വലിയ സന്തോഷം എന്ന് ഇവർക്ക് ഒരു നിമിഷത്തേക്കൊരു സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സ് വീണ്ടും വളരെ നാരോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നമ്മുടെ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലെ എല്ലാത്തിലും അത് ബാധിക്കും. പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ അത് നമ്മുടെ മനസ്സിനെ അത് എത്രത്തോളം ബാധിക്കും. ഇത് നല്ലത് ചെയ്യുന്നവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവർക്ക് ആ പോസിറ്റിവിറ്റിയിൽ തന്നെ അവർ പോകും. അല്ലാത്തവർ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ല, പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആര് എന്ത് നല്ലത് ചെയ്യുന്നത് കണ്ടിരുന്നാലും അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഞാൻ ഇതിൽ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ലത് പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാനിത് പറഞ്ഞത്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ അഴിച്ച് അതെല്ലാം ഓരോ പാക്കറ്റിലാക്കി അതിൽ പേരെഴുതി മാറ്റി വെച്ച് ഇപ്പോൾ റൂം പഴയ അവസ്ഥയിലായി. കണ്ടോ, ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ അവിടുന്ന് മാറ്റി. എല്ലാ സാധനങ്ങളും, അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രത്യേകം കവറിലാക്കി അതിൻ്റെ പേര് കൂടി എഴുതിയിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. മറ്റേത് ആ കവർ കാണുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.